നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ നീക്കം. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇന്ന് നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. DFO ഓഫീസിലേക്കാണ് പി.വി. അൻവറിന്റെ DMK പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടായത്. ഈ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ഓഫീസ് അടിച്ചു തകർത്തത്. ഈ കേസിൽ ഇപ്പോൾ പി.വി. അൻവറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റ് 11 പേരും ഈ കേസിൽ പ്രതിയാണ്. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. നിലമ്പൂരിൽ പി.വി. അൻവറിന്റെ വീടിന് മുന്നിൽ വൻ പോലീസ് സന്നാഹമാണ് ഉള്ളത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. ചെറിയ തോതിൽ പി.വി. അൻവറിന്റെ DMK പ്രവർത്തകരും അവിടെ തമ്പടിക്കുന്നുണ്ട്. പി.വി. അൻവർ അറസ്റ്റിന് വഴങ്ങുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഈ അറസ്റ്റിന് സ്പീക്കറുടെ അനുമതിയുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്ന് പോലീസുകാരോടായി ഉയരുന്നുണ്ട്. അറസ്റ്റിനുള്ള നീക്കം അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉറച്ച് പോലീസ് എത്തി എന്ന് തന്നെയല്ലേ കരുതേണ്ടത് വിപിൻ? തീർച്ചയായും ഇപ്പോൾ അറസ്റ്റിലേക്ക് എന്ന് തന്നെ പറയാം, കൃത്യമായി തന്നെ. പക്ഷേ ഈ സ്പീക്കറുടെ അനുമതി ഉണ്ടോ എന്നൊരു ചോദ്യമാണ് പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ രീതിക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അറസ്റ്റിന് ശേഷം അത് പറയാം. അതുപോലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവരുമായിട്ടുള്ള ഒരു ചർച്ച അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം പുറത്തേക്ക് പി.വി. അൻവർ ഇറങ്ങാം. വീട്ടിലേക്ക് മറ്റാരെയും പ്രവേശിപ്പിക്കാൻ രീതിയിൽ തന്നെ 4 പാടും പോലീസ് വളഞ്ഞിരിക്കുന്നു എന്നൊക്കെ അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന രീതിയിലാണ്. എടവണ്ണ ഒതായിലെ വീട്ടിലാണ് പി.വി. അൻവർ ഉള്ളത്. ആ വീടിന്റെ ചുറ്റുമാണ് ഇപ്പോൾ പോലീസ് വളഞ്ഞിരിക്കുന്നത്. ഡിവൈഎസ്പിയുടെയൊക്കെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച, ഒരു ചർച്ച നടക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അത് അറസ്റ്റിലേക്ക് എന്ന് തന്നെ നിലവിൽ പറയാം. ഒപ്പം തന്നെ ഒരു ബാരിക്കേഡ് പോലെ തന്നെ ഇവിടെ പോലീസുകാർ നിൽക്കുകയാണ്. അകത്തേക്ക് പ്രവേശനമില്ല, മറ്റാരെയും അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല. കാരണം DMK പ്രവർത്തകർ, പി.വി. അൻവറിന്റെ അനുയായികളൊക്കെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു തമ്പടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ അവർക്ക് ഒന്നും തന്നെ വീട്ടിന്റെ അകത്തേക്കോ ആ പ്രദേശത്തേക്കോ പോകാൻ കഴിയുകയില്ല.